ഈ മാങ്ങകളുടെ പ്രത്യേകത ഉണ്ടോ, വലിയ മാങ്ങകളായിരിക്കും കേട്ടോ കിട്ടുന്നത്. ഇതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം കണ്ടോ, നല്ലൊരു കുഴിഞ്ഞിട്ട് ഒരു പ്രത്യേക ഷേപ്പിലായിരിക്കും വരുന്നത്. നല്ല ഉറപ്പുള്ള ഞെട്ടുകളാണ് കണ്ടോ, നല്ല ഉറപ്പുള്ള ഞെട്ടുകളാണ്. നല്ല ഉരുണ്ട മാങ്ങകളായിരിക്കും ലഭിക്കുന്നത്. താഴ്ഭാഗത്ത് ചെറിയൊരു കുനുപ്പ് ഇതെവിടെ ഉണ്ടാകും കേട്ടോ. പിന്നെ ഈ മാങ്ങയുടെ പുറം കണ്ടോ, ഒരു പ്രത്യേക രീതിയിലുള്ള ചെറിയ ഒരു കുത്തായിട്ടുള്ള ഒരു ഷേപ്പുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതുപോലെയാണ് ഈ മാങ്ങ കാണപ്പെടുന്നത്. പഴുത്ത് കഴിഞ്ഞാൽ നല്ല കളറിൽ വരുന്ന ഈ മാമ്പഴം വളരെ മനോഹരവും മധുരവുമാണ് കേട്ടോ. നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ല ഫ്ലേവറും കൂടെയാണ്. 2 പ്രാവശ്യം ഒരു വർഷത്തിൽ കായ്ക്കും. അതുകൊണ്ട് നമുക്ക് എപ്പോഴും, അതായത് സീസണിൽ 2 പ്രാവശ്യം മാങ്ങ കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ. 3 വർഷത്തോളം പ്രായമായിട്ടുള്ളൊരു മാവാണ് കേട്ടോ. ഏകദേശം 3 വർഷത്തോളം ആവുന്നുള്ളൂ. അതിന് മുന്നേ തന്നെ കഴിഞ്ഞ വർഷം ഇത് കായ്ച്ചായിരുന്നു. കഴിഞ്ഞ വർഷം നമുക്ക് പൂക്കളും ചെറിയ കായകളൊക്കെ കിട്ടി. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് നല്ല രീതിയിലാണ് വന്നിട്ടുള്ളത്. വലിയ മാങ്ങകളാണ് കേട്ടോ. ഇത് ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാവ് അധികം പൊക്കം വയ്ക്കാതെ ഒന്ന് പടർന്നു നിന്ന് വളരുന്നൊരു കാറ്റഗറി വരുന്നൊരു മാവാണ് കേട്ടോ. ഇതിൻ്റെ ബ്രാഞ്ചുകളൊക്കെ നോക്കിയേ കണ്ടോ, തറയിൽ നിന്ന് ഒരു കുട പോലെയാണ് നിൽക്കുന്നത്. പല സ്ഥലങ്ങളിലും മാങ്ങയുണ്ട്. ഇതാ ഇവിടെയുണ്ട് കണ്ടോ, ഇതാ ഇതിൽ കായ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, ഇതാ ഈ കൊമ്പിലുണ്ട്, നോക്കിയേ ഈ കൊമ്പിലുണ്ട്, ഇതിൽ കായ്ച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, ഇത് കണ്ടോ, താഴ്ന്നു നിൽക്കുന്ന ചില്ലകളിൽ പോലും മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഈ കൊമ്പ് കണ്ടോ, നല്ല തറയിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിതിനെ മാവിനെ ചുറ്റി കണ്ടാലോ. ഇത് അധികം നമ്മുടെ മലയാളികൾ വെച്ചിട്ടില്ലാത്തൊരു മാവാണ് കേട്ടോ. കാരണം ഇതിപ്പോൾ ആയി വരുന്നേ ഉള്ളൂ. എല്ലാവരും മറ്റ് പല മാങ്ങകളും വാങ്ങുന്നുണ്ടെങ്കിലും വെക്കുന്നുണ്ടെങ്കിലും ഈ വെറൈറ്റി വെക്കുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇത് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മാവിനമാണ്. അടുത്ത വർഷം 4ാമത്തെ വർഷം ആകുമ്പോഴേക്കും ഇത് ഫുൾ സ്വിങ്ങിൽ നിറയെ കായ്ക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെയാണ് ഈ ഒരു മാവിൻ്റെ പ്രത്യേകതകൾ വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മാവുകളെ പരിചയപ്പെടുന്ന കൂട്ടത്തിൽ നമ്മുടെ ജഹാംഗീറിനെ പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇതുവരേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ അംഗമാകാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാവുക. ഇതുവരേക്കും നമ്മുടെ ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു സോ മച്ച്.